നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ ഇന്ന് സംസ്ഥാനത്തെത്തും. ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ എന്നിവരുമായി സംഘം കൂടിക്കാഴ്ച നടത്തും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പരാതികളും ചർച്ചയ്ക്ക് വരും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഡാൻ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആസന്നമായി എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള സൂചന വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ, വിശദാംശം? നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾക്കിടയിലാണ് ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധികൾ ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരത്തോടെ തലസ്ഥാനത്ത് എത്തുന്നത്. വൈകിട്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറി, അതോടൊപ്പം സംസ്ഥാന പോലീസ് മേധാവി, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ തുടങ്ങിയവരുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തും. പ്രധാനമായി ഭരണതലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയോടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കം, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള നടപടികളിൽ സ്വീകരിച്ചിരിക്കുന്ന, ഇതിനോടകം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോടും കാര്യങ്ങൾ ചോദിച്ചറിയും. 2.69 കോടി ആളുകളാണ് SIRൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 9 ലക്ഷം പേർ ഒഴിവാക്കപ്പെട്ടിട്ടുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരിക്കുന്ന ചില ആശങ്കകളുണ്ട്. അതായത് ബോധപൂർവമായി ചിലരെ തിരികെ കയറ്റാനും അതോടൊപ്പം ചിലരെ ഒഴിവാക്കാനുമുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ള രാഷ്ട്രീയമായ വിമർശനങ്ങളൊക്കെ നേരത്തെ ഉയർന്നതാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളെയും സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ അറിയിക്കും. തർക്കപരിഹാരത്തിനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യും. അതോടൊപ്പം സംസ്ഥാന പോലീസ് മേധാവിയുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, ഏത് തരത്തിലായിരിക്കണം തെരഞ്ഞെടുപ്പിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ച നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ ഡൽഹിയിൽ തിരിച്ചെത്തിയതിനു ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം ഉണ്ടായേക്കാനാണ് സാധ്യത. അത്തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. മുന്നൊരുക്കങ്ങളെല്ലാം സംസ്ഥാനത്ത് പൂർത്തിയായിരിക്കുന്നുവെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകുന്ന വിവരവും. റൈറ്റ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അതിൻ്റെ തീയതി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾക്കിടെയാണ് ഇപ്പോൾ ഔദ്യോഗിക നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്നിവരുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.